സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുമ്പോൾ കർത്താവ് അനേക ജീവിതങ്ങൾക്ക് അത് ആശ്വാസവും വിടുതലുമായി മാറുവാൻ ദൈവകൃപയായി വ്യാപരിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. മുൻപട പിൻപടയായി ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. സ്വർഗത്തിലെ മേഘത്തിന് കീഴായിരിക്കാൻ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിമീതെ പരിവർത്തിച്ചതുപോലെ ആത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളുടെ മേൽ അവിടുന്ന് കർത്താവ് അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാളിക മുറിയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ കർത്താവ് ഈ കൂടാരത്തിന്മേൽ കർത്താവിൻ്റെ പേജിലൂടെ വെളിപ്പെടുവാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കരങ്ങളിൽ പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ അങ്ങയുടെ ക്രൂശിനെ ഉയർത്തുവാൻ സഹായിക്കണമേ. മഹത്വം എടുക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരും രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്ന് പാടി ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസലോ അറിയാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പാടി ഇന്ന് രാത്രി കർത്താവിനെ മഹത്വം കൊടുക്കാം. പ്രൈസലോ. വാഴ്വിൻ നാളെല്ലാം വിന്നാളായി പാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാം വിന്നാളായി പാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിയിടുവീ നിന്നതിൽ നിന്നെ ചേർത്തിടുവേ. വന്നുടൻ പാദം തേടിയിടുവീ നിന്നതിൽ നിന്നെ ചേർത്തിടുവേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നിലം പൊരുളും
മാറായുണ്ടി മരുവതി സാരമില്ല മാറായിനാഥനാമേശു മാറായുണ്ടി മരുവതി സാരമില്ല മാറായിനാഥനാമേശു മാറാത്ത വാക്കു തന്നാൽ മാറുമോ ആയവൻ മാറാത്ത വാക്കു തന്നാൽ മാറുമോ ആയവൻ മാറാ മധുരമാക്കിടും
ശോധങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയോ എൻ യേശു മാത്രം ശോധങ്ങളേറി വന്നാലും ലോകത്തിൽ ഒരു ക്ലേശവും നമുക്ക് ഏൽക്കുകയില്ല. കാരണം നമ്മൾ എത്രയൊക്കെ ക്ലേശങ്ങൾ സഹിച്ചാലും നിന്ദകൾ സഹിച്ചാലും നമുക്ക് വേണ്ടി ജീവൻ പിടഞ്ഞ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ നോക്കുമ്പോൾ ഈ ലോകത്തിലെ ക്ലേശങ്ങളൊന്നും നമുക്ക് സാരമില്ല. ഹല്ലേലൂയ. മാറാനുണ്ട് ഈ മരുവതിൽ, എന്നാലും മാറാത്ത ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മളെ കരുതുന്ന ഒരു കർത്താവ്, നമ്മളെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു കർത്താവ്. ആ നല്ല ദൈവത്തെ ഈ രാത്രികാലം എത്ര പേർക്ക് ഒന്നിച്ച് പാട്ട് പാടി ആരാധിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവനാമത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ വലിയ സാന്നിധ്യം നമ്മൾ മേൽ പകരട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. കന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. പാഴ്മരുഭൂമിയിൽ ക്ലേശം സാധിക്കുവിൻ, നിത്യതുറമുഖത്തെത്തും ഞാൻ. പാഴ്മരുഭൂമിയിൽ ക്ലേശം സാധിക്കുവിൻ, നിത്യതുറമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ നിത്യകൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ നിത്യകൊട്ടാരത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടിഗണം തേജത്തിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടിഗണം തേജത്തിൽ. സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനേ, സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനേ. കാണാമതിൽ മധ്യയേഴയും, കാണാമതിൽ മധ്യയേഴയും. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. ഞാൻ നിനക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. ഞാൻ നിനക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. കണ്ടാമതി വരാ സുന്ദരരൂപനേ, കണ്ടാമതി വരാ സുന്ദരരൂപനേ. കാണാൻ വാഞ്ചയേറുന്നേ, കൂടിക്കാണാൻ വാഞ്ചയേറുന്നേ. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടിഗണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടിഗണം തേജസ്സിൽ. സുന്ദരൻ ആകുമൻ പ്രിയനേ, സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനേ. കാണാമതിൽ മധ്യയേഴയും, കാണാമതിൽ മധ്യയേഴയും. കാന്തനെ കാണുവാൻ പ്രത്യാശ മറ്റൊന്നിനും. കാന്തനെ കാണുവാൻ അതിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. ഹല്ലേലൂയ. വീണ്ടും ചില ഗാനങ്ങളെ പാടി നമുക്ക് കർത്താവിന് സൗകര്യം മുഖത്ത് കൊടുക്കാം.
അറിയാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പാടി പ്രൈസ് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഹല്ലേലൂയ ഹല്ലേലൂയ. മനോഹരമായ ഒരു പഴയ ഗാനം നമുക്ക് ചേർന്ന് പ്രകാരം പാടാം. ഹല്ലേലൂയ. പ്രൈസ് ഉന്നതിന്റെ അരികിലായി പ്രിയമായ പലതുണ്ട്, അവിടെ എല്ലാം പ്രിയമായ ഒരു പ്രിയൻ നമുക്കുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഹല്ലേലൂയ പാട്ടിന്റെ ഏതാനും ശീലങ്ങൾ പാടി നമുക്ക് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ഉലകിലരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോവിവയെല്ലാം മഞ്ഞു പോലെ. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോവിവയെല്ലാം മഞ്ഞു പോലെ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിങ്ങളെല്ലാം തിരഞ്ഞെടുത്തു ശുദ്ധരോടൊത്തു വസിപ്പതിനാ. ഇഷ്ടരിൽ നിങ്ങളെല്ലാം തിരഞ്ഞെടുത്തു ശുദ്ധരോടൊത്തു വസിപ്പതിനാ. ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ
സ്തോത്രം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും. ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനം മാർഗമാം. അന്ത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗ്ഗത്തിൻ ദാനമാം. അന്ധനു കാഴ്ച നൽകുവാൻ വചനം മാർഗമാം. സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗ്ഗത്തിൻ ദാനമാം. ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം. ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ. സൽപ്രവൃത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ. സൽപ്രവൃത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. ദൈവമുഖപ്രസാദം നിത്യമവർക്കാഹാരം. ദൈവമുഖപ്രസാദം നിത്യമവർക്കാഹാരം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകങ്ങൾ അവസാനിക്കും കാലവുമില്ലാതാം. ദൈവവാക്കു പ്രമാണിക്കും കർത്തരോ നിത്യനാം. ലോകങ്ങൾ അവസാനിക്കും കാലവുമില്ലാതാം. ദൈവവാക്കു പ്രമാണിക്കും കർത്തരോ നിത്യനാം. വാട്ടന്മാരിന്റെ നാശം ഇല്ലാത്തൊരവകാശം. വാട്ടന്മാരിന്റെ നാശം ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ നാമത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും നീതിയിൽ
പ്രിയരെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേറാരും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേറാരും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹരം നിന്നെ പിന്നി ലോകയാത്ര പകർത്തരാൻ ജാലന്മാരെ വാരിക്കുമോ വത്സര. മണ്ണെ പ്രതി മാണിക്കം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വേടിയുകില്ല ഞാൻ. പ്രിയനെപ്പോ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേറാരും ഞാൻ കാണുകയില്ല. പ്രിയനെപ്പോ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേറാരും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര
Glory Jesus, hallelujah, hallelujah, hallelujah. Praise the Lord, hallelujah. രാത്രി ദൈവത്തിന്റെ ആത്മാവ് പ്രകാരം വിളിച്ചു പറയാൻ പറയുന്നു, സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിധമായ വിഷയങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയുവാനുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഈ രാത്രിയിൽ ആത്മാവ് അവരുടെ വചനത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രിയിൽ വിളിച്ചു പറയുവാൻ പറയുന്നു. ഹല്ലേലൂയ. സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. എന്തൊക്കെയോ വിഷയങ്ങളുടെ മധ്യത്തിൽ ഹാലിന് ഭാരപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയുവാനുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഞെരുക്കങ്ങൾ മാറുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ സ്വർഗത്തിലായ ദൈവം നമ്മെ സഹായിച്ച അവരുടെ വലിയ കൃപകളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. അനേക പ്രിയപ്പെട്ടവർ പെട്ടെന്നുള്ള മരണത്താൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവിന്റെ പത്രിയുടെ ചിറകിൽ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന് രാത്രിയിൽ എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? എത്ര പേർക്ക് അതങ്ങൾ തുറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കോ സമാധാനം. ഇന്ന് രാത്രി കാലം ദൈവത്തിന് സ്തോത്രം. ദൈവിക സമാധാനം അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ആശ്വാസകനായി ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അവന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ആകുല ചിത്രമായിരിക്കുന്ന വ്യക്തി ജീവിതം രാത്രിയിൽ പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ അവൻ ആശ്വാസം തരുവാൻ, അവൻ നിന്നെ ബലപ്പെടുത്തുവാൻ, അവൻ നിന്നെ ശക്തീകരിക്കുവാൻ, നിന്റെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവ് ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായി 1-2 വേദവാക്യങ്ങൾ മാത്രം ഓടിച്ചു പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ മുമ്പാകെ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ലോകത്തിന്റെ സംഭവങ്ങൾ ദൈവത്തിന് സ്തോത്രം യേശു കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടങ്ങളായി ഉണ്ടാകും. മഹാവ്യാധികളാൽ ജനം വലയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ കൊറോണ എന്ന മാരക രോഗത്താൽ വിവിധമായ പുതിയ രോഗങ്ങൾ ആ സ്തോത്രം ലോകത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം. തിരുവചനം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. മഹാവ്യാധികളാൽ ജനം വലയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവത്തിന് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നെ എൻ്റെ കർത്താവിന്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ചിരിക്കുക കൊണ്ട് ഇന്ന് രാത്രിയിൽ എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അനർത്ഥം വസന്തകാരണമായി തീരാതെ ദൈവത്തിന് സ്തോത്രം. അപകടങ്ങൾ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിത പടകിന്മേൽ ഒന്നൊന്നായി
പ്രതികൂലമായി കടന്നു വരുമ്പോഴും യേശു കർത്താവിന്റെ ഉള്ളം കരത്തിൽ അവൻ നമ്മെ വഹിച്ചു. ദൈവത്തിന് സ്തോത്രം. വൻമഴ ചൊരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്തോത്രം പാറമേൽ വീട് പണിത ഹല്ലേലൂയ മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം. അത് വൻമഴ പെയ്തു. ദൈവത്തിന് സ്തോത്രം. കാറ്റടിച്ചു, ഓളങ്ങൾ അടിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് താഴെ വീണില്ല. അത് പാറമേൽ വീട് പണിത ഒരു മനുഷ്യന്റെ തുല്യനാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ഒരു കുടുംബ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിന് സ്തോത്രം ആരാധന ജീവിതം ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമ്മൾ എപ്രകാരം ആയിരിക്കുന്നു എന്ന് ഒരു സ്വയപരിശോധന ചെയ്താൽ എത്ര നന്നായിരിക്കും. ആ ബുദ്ധിയുള്ള ആ സ്തോത്രം പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനായി ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ കാണുവാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് മൂലക്കല്ലായി അവനോട് ചേർന്ന് പണിയപ്പെടുന്ന ഒരു വ്യക്തി ജീവിതം ദൈവത്തിന് സ്തോത്രം അവന്റെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറമേൽ ആയിരിക്കണം. അപ്രകാരം പാറമേൽ ആയിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അതിന് ഒരു ഉറപ്പുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവന്റെ സ്തോത്രം ജീവിതത്തിൽ ഹല്ലേലൂയ പരിശോധനകൾ വരുമ്പോൾ, പ്രതിബന്ധങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ അവന്റെ അടിസ്ഥാനം ക്രിസ്തു യേശുവിനെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ ഭാരപ്പെടേണ്ട, നീ തകർന്നു പോകുകയില്ല. നിന്നെ പണിയുവാൻ എന്റെ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഒരു വീട് പണിതാൽ ദൈവത്തിന് സ്തോത്രം അത് പാറമേൽ പണിതു അടിസ്ഥാനം വിട്ട് അത് പണിത് കയറി വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം അത് ഭിത്തികൾ പണിതു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അതിന് മേൽക്കുരകൾ സ്ഥാപിച്ചു. ദൈവത്തിന് സ്തോത്രം അത് ഉറപ്പുള്ള ഒരു ഭവനമായി മാറുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ, ക്രിസ്തു എന്ന മൂലക്കല്ലുമേൽ നിന്റെ ക്രിസ്തീയ ജീവിതം പണിയപ്പെടുമ്പോൾ, നിന്റെ കുടുംബ ജീവിതം പണിയപ്പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം വിശ്വാസം എന്ന ഭിത്തിയിൽ ദൈവത്തിന് സ്തോത്രം നീ പണിയുന്നുവെങ്കിൽ മേൽക്കുരയുടെ ഹല്ലേലൂയ സ്തോത്രം ഭിത്തികൾക്കെയും നിന്റെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായി ദൈവത്തിന് സ്തോത്രം യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നീ പണിയുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥന എന്ന മേൽക്കുര ദൈവത്തിന് സ്തോത്രം നിന്റെ ജീവിതത്തിന്റെ പടകിന്മേൽ ഹല്ലേലൂയ സ്തോത്രം നിന്റെ കുടുംബ ജീവിതത്തിന്മേൽ പ്രാർത്ഥന എന്ന മേൽക്കുരയും ദൈവത്തിന് സ്തോത്രം സ്ഥാപിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങുവാൻ ഇടയായിത്തീരും. അത് എന്ത് പ്രതിസന്ധികൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, കഷ്ടതകൾ വരട്ടെ, ബുദ്ധിമുട്ടുകൾ വരട്ടെ, ഞെരുക്കങ്ങൾ വരട്ടെ, എന്നാൽ നിനക്ക് മേടിപ്പാനില്ല. ദൈവത്തിന് സ്തോത്രം. നിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിന്റെ പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ മൂലക്കല്ലുമേൽ നീ പണിയുന്നുവെങ്കിൽ നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് 121 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ സഹായമാകുന്ന പർവ്വതങ്ങളിലേക്ക് പ്രാർത്ഥന എന്ന കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിലവിളിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ നോട്ടം എപ്രകാരമായിരിക്കണം? ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തു യേശുവിന്റെ മുഖത്തേക്ക് ഇന്ന് രാത്രിയിൽ നീ നോക്കുവാൻ, വിശ്വാസത്തോടെ നീ നോക്കുവാൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥന എന്ന മേൽക്കുരയിലൂടെ ദൈവത്തോട് നിലവിളിക്കുവാൻ നീ തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നാം അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അബ്രഹാം മമ്രയുടെ തോപ്പിലിരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനാവാൻ ഇടയായിട്ട് ദൈവത്തിന് സ്തോത്രം. അവിടെ വെയിൽ ഉദിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം അവൻ കൂടാരത്തിന്റെ വാതിക്കൽ വന്ന് അവൻ മേൽപോട്ട് നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവൻ കണ്ട കാഴ്ച 3 ദൂതന്മാർ ഇറങ്ങി വരുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, പ്രതികൂലങ്ങൾ, കഷ്ടതയാകുന്ന ശോധനകൾ, ദൈവത്തിന് സ്തോത്രം ചൂടേറിയ മരുഭൂമിയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിന്മേൽ അടിച്ച് കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥന എന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശബ്ദം നീ മേൽപോട്ട് നോക്കി സർവശക്തനായ ദൈവത്തോട് നീ നിലവിളിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം നിനക്ക് ചെറുത് കാണുവാൻ തക്കോടെ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് മറന്നു കിടക്കുന്ന ചില മർമ്മങ്ങളെ ദൈവത്തിന് സ്തോത്രം ചില വാക്തത്വങ്ങളെ നിനക്ക് പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഏത് പരിശോധനകൾ നിന്റെ ജീവിതത്തിൽ വരട്ടെ, ഏത് പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വരട്ടെ, ഏത് പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ
സിംഹത്തിന്റെ വടങ്ങിന്മേൽ അടിക്കട്ടെ. എന്നാൽ അവിടെയൊക്കെയും സർവശക്തനായ ദൈവം നിന്നെ കാക്കുവാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിപ്പുറപ്പെട്ടതായ അബ്രഹാമിന് ദൈവം ചില വാഗ്ദത്തങ്ങൾ കൊടുത്താണ് അവനെ പറഞ്ഞു വിട്ടത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അബ്രഹാം വിശ്വസ്തയോടെ ദൈവമാകെ നടന്നതിന് വെളിച്ചത്തിൽ ദൈവത്തിന് സ്തോത്രം നാടുകളായി അവൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ ധരണം ചെയ്തുകൊണ്ട് അബ്രഹാം യാത്ര ചെയ്തു. ദൈവത്തിന് സ്തോത്രം. മെമ്മറിയുടെ തോപ്പിൽ വെച്ച് ദൈവത്തിന് സ്തോത്രം അവൻ കൂടാരവാതിക്കലേക്ക് ഇറങ്ങി വന്ന് അവൻ മേൽപോട്ട് നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവിടെ അവൻ കാണുന്നത് സ്വർഗീയമായ ദർശനങ്ങളെ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൂതന്മാർ അവന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് കാണുവാൻ അവൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമേ, ആരാധിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തി ജീവിതമേ, ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം വിട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി നീ കുടുംബജീവൻ നയിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം നിനക്ക് ചിലത് കാണുവാൻ കഴിയും, നിനക്ക് ചിലത് പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം ദൈവത്തിന് സ്തോത്രം. അവിടെ നാം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അബ്രഹാമോട് ദൈവം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം നിനക്ക് ഹല്ലേലൂയ ഞാൻ സ്തോത്രം നിനക്ക് തന്നതായ നിന്റെ ഓമന കുമാരനെ മോറിയ മലയിൽ കൂടി യാഗം കഴിക്കുവാൻ അബ്രഹാമോട് ദൈവം പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ഹല്ലേലൂയ സ്തോത്രം തന്റെ പൈതലെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ മോറിയ മലയിലേക്ക് യാത്ര തിരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തന്റെ 3 ദിവസത്തെ യാത്രാ മധ്യേ അവൻ ഹല്ലേലൂയ മോറിയയുടെ മലയിൽ മുകളിൽ ചെന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അവൻ യഹോവയ്ക്ക് അവൻ യാഗം പടന്നു. അവൻ അനുസരണമുള്ളവനായിരുന്നു. ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്ന ദൈവമൈകളെ, ഇന്ന് രാത്രിയിൽ നീ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തിന് സ്തോത്രം യാഗപീഠം പണിതു. ഹല്ലേലൂയ. മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ യാഗവസ്തു എവിടെ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് യഹോവ കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം പറഞ്ഞുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം തന്റെ ഓമന കുമാരനെ അവൻ യാഗപീഠത്തിന്മേൽ വെച്ചു. വാൾ ഓങ്ങുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഒരു സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അബ്രഹാമേ വാളിന്റെ മേൽ കൈവയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ തിരിഞ്ഞ് പുറകോട്ട് മേൽപോട്ട് നോക്കിയപ്പോൾ ദൈവത്തിന് സ്തോത്രം അവിടെ കുറ്റിക്കാട്ടിൽ ഒരു സ്തോത്രം ആട്ടിൻകുട്ടിയെ ദൈവം അവന് വേണ്ടി കരുതി. ദൈവത്തിന് സ്തോത്രം. അവിടെയും കേൾക്കണമേ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം താഴോട്ട് നോക്കിയെന്നല്ല, അവൻ മേൽപോട്ട് നോക്കി. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സഹായമാകുന്ന പർവ്വതങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതമേ, ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നീ ലജ്ജിച്ചു പോകേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, നിന്നയുണ്ട്, പരിഹാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവത്തിന് സ്തോത്രം നിന്നെ മാറുവോട് ചേർക്കുന്ന ഒരു അരുമ രക്ഷകനായ കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഈ എളിയവന്നിനെ വിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് വിടിവെച്ചു. എവിടെ? ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇന്ന് രാത്രിയിൽ ദൈവമുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അന്ധകാരമാകുന്ന ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കി തരുവാൻ എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ഇന്ന് രാത്രിയിൽ ദൈവത്തോട് അടുക്കുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് ദൈവത്തിന് സ്തോത്രം അത് പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന വ്യക്തി ജീവിതത്തോട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധ പറയുവാനുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യവരെയും കാക്കുവാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. 40-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവനെ കയറ്റി, ക്രിസ്തുവാന്ന പാറമേൽ എന്നെ ഉറപ്പിച്ചു നിന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആ വാഗ്ദത്തത്തിനായി നീ കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നീ കാത്തിരുന്നാൽ പോരാ, ദൈവമുഖത്തേക്ക് നീ നോക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നോക്കിയാൽ പോരാ, നിന്റെ വിഷയങ്ങളെ ദൈവഭാഗം പകർന്നുകൊണ്ട് ദൈവത്തോട് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം 7-ാം അധ്യായത്തിലാണ് തോന്നുന്നത്. ദൈവത്തിന് സ്തോത്രം.
അവിടെ സ്റ്റെഫാനോസിനെ ദൈവത്തിന് സ്തോത്രം ജനസമൂഹം ഒന്നടക്കമായി അവനെ കല്ലെറിയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പല മനുഷ്യരാലുള്ള ഉപദ്രവങ്ങൾ ഏറ്റു. ദൈവത്തിന് സ്തോത്രം. തന്നെ സഹായിപ്പാൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ ഏകനായി കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവൻ മേൽപോട്ട് നോക്കി. ദൈവത്തിന് സ്തോത്രം. സ്വർഗം തുറന്നിരിക്കുന്ന ഒരു വെളിപ്പാട് അവന് കാണുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നീ പ്രാർത്ഥന എന്ന ആയുധമെടുത്തുകൊണ്ട് സ്വർഗത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ഭാരപ്പെട്ടു പോകേണ്ട, നാം നിരാശപ്പെട്ടു പോകേണ്ട, നാം വ്യാകുലപ്പെട്ടു പോകേണ്ട. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിളിച്ചവനായ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 10 വർഷമല്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത, വാഗ്ദത്തം ചെയ്ത ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ധൈര്യമുണ്ട്? എത്ര പേർക്ക് ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയുന്നുണ്ട്? ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രിയിൽ നിന്നെ വിളിച്ചവനായ ദൈവം അന്ത്യം വരെയും ദൈവത്തിന് സ്തോത്രം ലോക അവസാനം വരെയും നിന്നെ കാക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയെ അവൻ ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ദാനിയേലിനെതിരെ രേഖ എഴുതി. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ ദൈവസന്നിധിയിൽ രാവിലെ ഉച്ചയ്ക്കും അവൻ വൈകിട്ടും ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവനെതിരെ രേഖ എഴുതി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹൃദയത്തിന്റെ കിളിവാതിലെ തുറന്നു വിട്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് അവൻ മേൽപോട്ട് നോക്കി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം അവിടെ മറുപടി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം വഴിവെച്ച് നശിക്കാതിരിക്കേണ്ടതിന് തന്റെ പുത്രനെ ചുംബിച്ചുകൊണ്ട് ഈ ഹല്ലേലൂയ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്തവനായ കർത്താവിന്റെ മാർവിൽ ചാരിക്കൊണ്ട് അവന്റെ ഉള്ളം കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം എത്ര പേർ സ്തോത്രം അവന്റെ സന്നിധിയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർക്ക് അതിന് കഴിയും? ദൈവത്തിന് സ്തോത്രം. 112 സംഘത്തിൽ വായിക്കുമ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴികളിൽ നേരോടെ നടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അന്ത്യം വരെയും കാക്കുവാൻ സർവശക്തനായ ദൈവം ഹല്ലേലൂയ അവനോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം വ്യാകുലപ്പെട്ടു പോകേണ്ട കാര്യമില്ല, നാം നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന് അനർത്ഥങ്ങൾ സംഭവിക്കട്ടെ, അപകടങ്ങൾ സംഭവിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. നമ്മെ വിളിച്ചവനായ ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ പ്രമാണത്തിൽ നാം വേരൂന്നിക്കൊണ്ട് അവന്റെ ക്രിസ്തുവാന സ്തോത്രം മൂലക്കല്ലിന്മേൽ അടിസ്ഥാനം വിട്ട് പാറമേൽ വീട് വന്ന മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസം എന്ന വിത്തിയെടുത്ത് ആ വിത്തി ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥന എന്ന മേൽക്കുറിയോട് ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ കുടുംബജീവിതം ദൈവത്തിന് സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസ ജീവിതം ഹല്ലേലൂയ ദൈവകരങ്ങളിൽ പൂർണ്ണമായി അർപ്പിച്ചു കൊടുത്തുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പാരമ്പര്യമായി ഞാൻ ഓർപ്പിച്ചതുപോലെ സക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവത്തിന് സ്തോത്രം. രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു തിരുവചനമാണ്. ദൈവത്തിന് സ്തോത്രം. ആരോടൊക്കെയോ ഇന്ന് രാത്രിയിൽ ആത്മാവ് വിളിച്ചു പറയുന്നു, സക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാളുകളായി ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് നിരാശപ്പെട്ട് മാറിയിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്റെ കർത്താവ് ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ വിഷയത്തിന്മേൽ സ്വർഗ്ഗം ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ രോഗക്കെട്ടിന്മേൽ എന്റെ യേശു ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മക്കളുടെയും കോട്ടം നിറഞ്ഞ തലമുറ മധ്യത്തിൽ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് വിശ്വാസം എന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പരിചയം എടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവന്റെ വിധികളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു ദൈവത്തിന് അവന് നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. അവനെ അന്ത്യം വരെയും കാക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ല.
നാളുകളായി പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ദൈവത്തിന് സ്ഥലപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അതിന് കഴിയാതെ വണ്ണം ദൈവത്തിന് സ്തോത്രം ഹൃദയത്തെ ക്ഷീണിപ്പിച്ചും മടിപ്പിച്ചും കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതം ഇന്ന് രാത്രിയിൽ ആത്മാവിന് വിളിച്ചു പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണർന്നു കൊള്ളുക. ചാവാറായ ശക്തിപ്പോഴെ ശക്തീകരിക്കുക. ബലം ധരിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഇന്ന് രാത്രിയിൽ നാം കാത്തിരിക്കുന്ന ഇതിനായി ദൈവത്തിന് സ്തോത്രം അവന്റെ വരവ് വാതിക്കലായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുത്തുകൊണ്ട് അവൻ മുമ്പാകെ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ വിളിച്ചു പറയട്ടെ, രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കമന്റായി ദൈവത്തിന് സ്തോത്രം ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇല്ല, രോഗക്കിടക്കലായിരിക്കുന്ന വ്യക്തി ജീവികൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് തലകളെ വണക്കാം. ഏത് രോഗത്തെ നീ ഭാരപ്പെടുന്നുവോ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം നിനക്ക് സൗഖ്യം തരുവാൻ സർവശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. നമ്മുടെ നിലവിളിയുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിന് സ്തോത്രം അവരുടെ ശിരസ്സുമേൽ അവരുടെ കരങ്ങളെ വെച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ പേജിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവരും രോഗികളായി ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഇന്ന് രാത്രിയിൽ യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ ഞങ്ങളുടെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും കാൽവരി ക്രൂസിൽ വഹിച്ചു. നിന്റെ അണിപ്രദാ സൗഖ്യം വന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു പറയുവാൻ കർത്താവേ സ്തോത്രം. ഇവനും അബ്രഹാമിന്റെ സന്തതിയല്ലയോ? ഇന്ന് രാത്രിയിൽ കർത്താവേ, നീ വിളിച്ചതിന് ജനം ഇന്ന് രാത്രി പൂർണ്ണമായി ഒരു വിടുതലിലേക്ക് കടന്നു വരട്ടെ. രോഗസൗഖ്യം അനുഭവിച്ചറിയട്ടെ. കർത്താവേ, നിന്റെ ആണിപ്പാടേറ്റ കരം തൊടേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വരും ദിവസങ്ങളിൽ പൂർണ്ണമായി ദൈവം എനിക്ക് വിടുതൽ കേൾക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് മാരക രോഗമായാലും കർത്താവെ, ഇന്ന് രാത്രിയിൽ നിന്റെ അദൃശ്യമേറിയ കരം തൊട്ട് പൂർണ്ണമായി വിടുതൽ കൽപ്പിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേഗം വരാമിന്നൂരച്ചനാദാ, നോക്കി നോക്കി കണ്കൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നൂരച്ചനാദാ, നോക്കി നോക്കി കണ്കൾ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണനായ കണ്ടിടുവാൻ? എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. എത്ര മോദം പ്രാർത്ഥനത്തിൽ ജീവിക്കുന്ന എത്ര മോദം പ്രാർത്ഥനത്തിൽ ജീവിക്കുന്ന ോഗരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും ഈ രോഗരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം.
സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമായ സന്ധ്യാവത്തോടെ ദൈവത്തെ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, ദൈവത്തിന് കൂട്ടായ്മ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ഗ്രൂപ്പുമായി അല്പസമയം ലൈവിലായിരിക്കാൻ അടിയങ്ങൾക്ക് നീ അവസരങ്ങൾ ഒരുക്കി തന്നല്ലോ കർത്താവേ. ലൈവ് കർത്താവ് കേട്ട ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നിര്യാക്കണമേ. ഇന്ന് കാണാൻ പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നിര്യാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും കർത്താവേ, ഹല്ലേലൂയ, സമാധാനമില്ല ഭാരപ്പെടുന്നവർക്ക് ഒരു സമാധാനത്തിന് കർത്താവേ ലൈവ് കാരണമായി തീരുവാൻ നിര്യാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേക കർത്താവ് ഞങ്ങൾക്ക് അവസരം ഒരുക്കി നടത്താത്ത ദൈവജന കൂട്ടായ്മ എന്ന കർത്താവേ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ എല്ലാ അഡ്മിന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ എല്ലാ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും കർത്താവേ അനുഗ്രഹമായി നടക്കുവാൻ നിര്യാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവേ രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ അടുത്ത ഈ ഗ്രൂപ്പിനെ നീ അനുഗ്രഹിപ്പാൻ നിര്യാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്നും കർത്താവേ, തുടർന്നുള്ള ദിവസം ദൈവത്തെ പാടി ആരാധിപ്പാൻ കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം പ്രാർത്ഥനകൾക്ക് സ്തോത്രം യേശുനാമം തന്നെ, ആമേൻ. ഇത്ര സമയം ഞങ്ങൾ ലൈവ് ശ്രദ്ധിച്ച ഓരോരുത്തരോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വേളകളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയോ അതല്ല ഈ ലൈവിൽ താഴെ കമൻറ്റായി ഇടുകയോ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓരോരുത്തരും കാത്തുവരാതിരിക്കേണ്ടത് ആയിരിക്കും സ്ഥാനത്ത് നമുക്ക് പരസ്പരം ദൈവസ്ഥലിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും അംഗീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്ന അഡ്മിന്മാരുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അംഗീകരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.